ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ദാ ശാന്തേച്ചിയുടെ ഒരു നാടൻ കറി. ഇന്ന് എന്നെ ചേച്ചി ഉണ്ടാക്കുന്നത് ഇന്ന് മസാലക്കറി. മസാലക്കറിയാണ്. സവോളയും കിഴങ്ങും തക്കാളി ഒക്കെ ചേർത്തിട്ടുള്ള. ഇത് എന്തിനൊക്കെ പറ്റും ചേച്ചി? ഇത് ചോറിന് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ചപ്പാത്തിയുടെ കൂടെയോ എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല മസാലക്കറിയാണ് ഇന്ന് ശാന്തേച്ചി നമുക്ക് പരിചയപ്പെടുന്നത്. ഇത് ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഇത് എൻ്റെ അയൽവാസിയാണ്, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്താണ്, അതുപോലെ തന്നെ നല്ല ഒന്നാന്തരം നാടൻ ഒരു പാചകക്കാരിയാണ്. എല്ലാ സാധനങ്ങളും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അപ്പൊ ഇന്ന് ചേച്ചിയുടെ ഒരു പരീക്ഷണാകാം അല്ലേ? ഇതാ എങ്ങനെയാണെന്ന് നോക്കാം. വായോ. ഇനി എങ്ങനെയാ ചേച്ചി പരിപാടി? ഇനി ആദ്യം ഉള്ളി സവാളയും കിഴങ്ങും നന്നാക്കിയിട്ട് കഴുകി ചട്ടിയിലോട്ടിടുക. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കിഴങ്ങും ഉള്ളിയും സവാളയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തോണ്ട് വരാം. ശാന്തേച്ചി ഇന്ന് നമുക്ക് കൽച്ചട്ടിക്കകത്താണ് കറി ഉണ്ടാക്കി തരുന്നത്. ചേച്ചിയുടെ അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, നാടൻ സ്റ്റൈലില് കൽച്ചട്ടിയിലൊക്കെ. അപ്പൊ ഒരു ടേസ്റ്റ് കൂടെ കൂടുതലും. അപ്പൊ ചേച്ചി ഇനി എന്നാ ചെയ്യുന്ന ചേച്ചി? ഇനി ആദ്യം ഉള്ളി കിഴങ്ങും തക്കാളിയും ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇടണം. ചട്ടിയിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് മസാല ചേർക്കുക. വെള്ളം ഇട്ടു, കിഴങ്ങിട്ടു. എത്ര കിഴങ്ങെടുത്ത് ചേച്ചി? 3 കിഴങ്ങ്. നമ്മൾ 3 കിഴങ്ങ് എടുത്തേക്കുന്നത് കേട്ടോ. 2 തക്കാളി, ഒരു 3 പച്ചമുളക്, വലിയൊരു സവോള. ഇനി എന്നാ ചേച്ചി? ഇനി വെള്ളം മസാല ഇട്ടിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു. അതൊക്കെ നിങ്ങളുടെ എരിവിന് പാകത്തിനല്ലേ ചേച്ചി? പാകത്തിന്. നമ്മള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. ഇതും കൊണ്ട് വേണ്ട. ഇനി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുക. ഓക്കെ. ഉപ്പ് ഇപ്പൊ ഇടുന്നുണ്ടോ ചേച്ചി? ഉപ്പ് ഇടാം. നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ അങ്ങ് ചേർത്തേക്കാവേ. നമ്മള് അടച്ചു വെച്ച് അങ്ങ് വേവിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ തേങ്ങ വറുപ്പും കൂടെ വേണ്ട ചേച്ചി? തേങ്ങ വറുക്കണം. ഇതാ വറക്കാൻ ആവശ്യമുള്ളത് ചെറിയ ഉള്ളി, നാളികേരം, കറിവേപ്പില, ഇഞ്ചി. കറിക്കകത്ത് വേണേ കറിക്കകത്ത് ഇടാം, അല്ലെങ്കിൽ അങ്ങനെ എടുക്കാം. നാളികേരം. തേങ്ങ വറക്കാനുള്ളതിന് നമ്മളൊരു പാനില് നാളികേരം ഇട്ടു, കറിവേപ്പില, പച്ചമുളക്, അല്ല സോറി ചെറിയ ഉള്ളി, തേങ്ങയൊക്കെ ഒന്ന് ജലാംശം ഒന്ന് മാറി വന്നപ്പോ ദാ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. എത്ര വേണം ചേച്ചി? മതി. തിളച്ച് നമ്മുടെ തേങ്ങയൊക്കെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്കത് ഒന്ന് തണുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ചേച്ചി കറി എന്തായിരുന്നു നോക്കി ചേച്ചി? ഓക്കെ. കറി ഏകദേശം ആയിട്ടുണ്ടല്ലേ? വെന്ത് വരുന്നുണ്ട്. ഓക്കെ. ഇതിലൂടെ കഴിഞ്ഞിട്ട് പുളി പിഴിയാം. നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുവാണേ. ഇനി നമ്മുടെ കറിയിലേക്ക് പുളിവെള്ളം ഒഴിക്കുക അല്ലേ ചേച്ചി? പുളിവെള്ളം ഒഴിക്കുക. തക്കാളി ചേർത്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു. ഒന്നും ഇല്ലാത്തപ്പോഴേ ഇതേ ഇതുപോലെ ഒരു കറി വെച്ച് നോക്കിയ അടിപൊളിയാ. എല്ലാത്തിനും പറ്റുമല്ലോ, ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും. നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അല്ലേ ചേച്ചി? ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി വെള്ളം കൂടെ വേണം ചേച്ചി? ചൂട് ഒരു തിളയൊന്ന് വന്നോട്ടെ. ആ സമയത്ത് നമുക്ക് കടുക് വറക്കാനുള്ള
നമ്മുടെ ഒരു പാൻ അടുപ്പ് വെച്ചു. ഒരു ചെറിയ പരിപാടിയും കൂടെ ഉള്ളൂ. പുളിയുണ്ടോ? പുളിയൊക്കെ ഉണ്ട്. കറി മുക്കാൽ പരുവായി. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഞാൻ പറയില്ലേ, പഴയ ശീലങ്ങൾ ഒന്നും മറന്നു കളയാതെ, അല്ലെങ്കിൽ അതൊക്കെ പിന്തുടർന്ന് പോകുന്ന ഒരു ജീവിത രീതിയാണ് ശാന്തച്ചിയുടെ കേട്ടോ. രാവിലെ നമ്മുടെ കുലസ്ത്രീ അമ്മമാരൊക്കെ ചെയ്ത പോലെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിൽ കയറി നാടൻ ഭക്ഷണങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ആ ഒരു ശൈലി പിന്തുടരുന്ന ഒരാളാണ് ശാന്തച്ചി. അപ്പോൾ ചേച്ചിയുടെ ആ പാചക രീതിയും അതുപോലെ തന്നെ ആ പഴമയാർന്ന രീതികളാണ്, അമ്മ പഠിപ്പിച്ചതും അമ്മൂമ്മ പഠിപ്പിച്ചതുമായിട്ടുള്ള കറികളും ആ രീതിയാണ് ചേച്ചി പിന്തുടർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ കറികൾക്കൊക്കെ ഒരു അപാര ടേസ്റ്റുമാണ്. അപ്പോൾ അതാ നോക്കിയ കറി തന്നെ കണ്ട നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. കളറും ആ കറിയുടെ ആ ഒരു സ്ട്രക്ചറും ഒക്കെ കണ്ടോ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. കൽച്ചട്ടിയുടെ പ്രത്യേകത അറിയാലോ, ഇത് തിളച്ചുകൊണ്ടേയിരിക്കും ചട്ടി ചൂടായ. അപ്പം നമുക്കിനി ഒരു കടുക് വറ. പാൻ ചൂടായി, അപ്പോഴത്തേന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തേ. കടുകിട്ടു. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഉള്ളി ചുവന്ന് വന്നപ്പം കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇച്ചിരി പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് കേട്ടോ. ഇതാ നോക്കിയേ. ഓക്കെ, ചേച്ചി നമുക്ക് വിളമ്പി തന്നു. ചേച്ചിയുടെ സൗണ്ട് നിങ്ങൾക്ക് ചിലപ്പം കറക്റ്റായിട്ട് നല്ല വോയിസിൽ കിട്ടിയോന്ന് എനിക്കറിയില്ല. ആ ശാന്തമായ സ്വഭാവം പോലെ തന്നെയാണ് സൗണ്ടും. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ച് പറയുന്നത് കേട്ടോ. എന്തായാലും ചേച്ചി പോലെ ഇവിടെ. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നാടൻ ഭക്ഷണങ്ങൾ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടു കറി. ചേച്ചി കറി വാവ് എടുത്ത് വെക്കട്ടെ. എങ്ങനെയുണ്ട് ചേച്ചി? ചേച്ചി വെച്ച കറി തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിക്കും പുട്ടിനും അതുപോലെ തന്നെ എന്താ ചോറിനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി കറി. അപ്പം ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം, അല്ലേ ചേച്ചി? അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ. ബൈ.